ഒരു പിക്നിക്കിന് പോകുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഇഷ്ട ഫ്ലവറായ തമ്പാജിയ മൈസൂറൻസ പൂപ്പന്തലൊരുക്കി വഴിയരികിൽ കിടക്കുന്ന കണ്ടത്. ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് സംഭവം, ഇതിനുള്ളിലാണ്. കണ്ടിട്ടതങ്ങനെ കാണാണ്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് വാഗമണ്ണാണ്. വാഗമണ്ണിലേക്കുള്ള പിക്നിക്കിനിടയിലാണ് ഈ കാഴ്ച കാണുന്നത്. വാഗമൺ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണിത്. വാഗമൺ ഓർക്കിഡേറിയം ആൻഡ് ഫ്ലോറികൾച്ചർ പ്രോജക്റ്റ് എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. ഇതിനുള്ളിലാണ് അതിങ്ങനെ പൂത്തൊലഞ്ഞ് പന്തലൊരുക്കി കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് നമുക്ക് അതിനടുത്ത് പോയി കാണാണ്ട് പോകാനുള്ള മനസ്സില്ല. അതുകൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നത്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അതെ, ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയാണ് ഇതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ്. കുട്ടികൾക്ക് 15 രൂപയാണ്. വാഗമൺ ഓർക്കിഡേറിയം ആൻഡ് ഫ്ലോറികൾച്ചറൽ പ്രോജക്റ്റ് എന്നാണ് പേര്. നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയ്ക്കുള്ള സമയമൊന്നുമില്ല. നമ്മളുടെ പ്ലാനിങ്ങിൽ ഈ ഒരു സ്ഥലം ഉൾപ്പെടുന്നതല്ല, കണ്ടതുകൊണ്ട് മാത്രം കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സൈപ്രസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്, ചൈനീസ് ബാൾസം വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റ് അല്ലേ. കണ്ടോ, ഉച്ച സമയമാണ്, എന്നിട്ടും വെയിലൊന്നുമില്ല. നല്ല ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണിത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഇതിനുള്ളിലാണ് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴാണ് നമ്മൾ കണ്ട ആ സംഭവങ്ങളൊക്കെ ഉള്ളത്. കണ്ടോ, ഈ സംഭവത്തിനുള്ളിലേക്കാണ്. നല്ല ക്ലൈമറ്റ്. എനിക്ക് ഈ ക്ലൈമറ്റ് കണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ. കണ്ടോ, നല്ല കാടായി, കാടും മരങ്ങളും, കാടെന്ന് പറയാൻ പറ്റില്ല, മരങ്ങളും. ഇതിൻ്റെ ഹൈഡ്രാഞ്ചിയ തോട്ടം കണ്ടോ, ഹൈഡ്രാഞ്ചിയ നിറച്ച് പൂത്ത് നിൽക്കുന്നു, നീല കളർ ഹൈഡ്രാഞ്ചിയ. അപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല കളർ ഉണ്ടാവും അല്ലേ. ഈ പല കളറും മാറി മാറി വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ, മണ്ണിൻ്റെ pH ലെവൽ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചാണ് ഹൈഡ്രാഞ്ചിയ പൂക്കളുടെ കളർ ചേഞ്ച് ആവുന്നത്. അപ്പോൾ സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 ഹൈഡ്രാഞ്ചിയ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനുള്ളിൽ ഒരു 2 or 3 ഇരുമ്പാണി ഇട്ട് കൊടുക്കും, തുരുമ്പിക്കുന്ന ഇരുമ്പാണി ഇട്ട് കൊടുക്കും. അപ്പോൾ പൂക്കൾ വിരിയുമ്പോൾ അത് വെറൈറ്റി കളറായിട്ട് വിരിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഒന്നും കാണുന്നില്ല, പക്ഷേ ഉള്ള ചെടികൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോർഡർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലെൻഡാനയാണ്. യെല്ലോ കളർ ലെൻഡാന നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മെലസ്റ്റോമ നോക്കിയേ, മെലസ്റ്റോമ പൂക്കളുടെ ഭംഗി നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലേ. മെലസ്റ്റോമ പൂക്കൾ ചെറിയും പിടിച്ചിങ്ങനെ ശോഷിച്ചൊക്കെ നിൽക്കുന്ന മെലസ്റ്റോമ പൂക്കൾ. ഇത് കണ്ടോ, എന്ത് ആരോഗ്യമായിട്ടാണ് നിൽക്കുന്നത്, എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല വളമൊക്കെ ചെയ്ത് നന്നായിട്ട് നോക്കുന്ന ചെടിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അത്രയ്ക്കും തഴച്ച്, അത്രയ്ക്കും പുഷ്ടിയായിട്ട് പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ എന്താ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണെന്ന് നോക്കി. ഇനി നമുക്ക് മുകളിലോട്ട് തന്നെ പോവാം. അതിൻ്റെ അടുത്ത കളർ ഹൈഡ്രാഞ്ചിയ പൂക്കൾ വന്നിട്ടുണ്ട്. 2 കൊക്കുണ്ട്, ഒരു കുഞ്ഞു കുളമുണ്ട്, അതിന് ചുറ്റും ബോർഡർ ഉണ്ട്. നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയമില്ല, അപ്പം നമുക്ക് ജസ്റ്റ് ഓടി അങ്ങോട്ട് പോവാം. നമ്മുടെ ലക്ഷ്യം അവിടെ എത്തുക എന്നുള്ളതാണല്ലേ, നമ്മുടെ പൂപ്പന്തലിൽ എത്തുക. തമ്പജ്യ മൈസൂറൻസ പൂത്ത് കിടക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്കൊന്ന് ഓടിപ്പോവാം അല്ലേ. ഓടിപ്പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിവിടെ തിരക്ക് പിടിപ്പിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ നമ്മൾ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും പോകുന്ന വഴിക്ക് ഭംഗിയായിട്ടുള്ള ഈ പ്രകൃതി ഭംഗി എങ്ങനെ ആസ്വദിക്കാതെ പോകാൻ പറ്റുമോ? കണ്ടു, കുന്നുകളും മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാണ്. ഈ ഓർക്കിഡേറിയത്തിനുള്ളിൽ ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഊഞ്ഞാല്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടു, കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദേ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വെള്ളയടിച്ച കെട്ടിടം കാണുന്നത് കണ്ടോ, ഒരു വീടാണത്, ഒരു പഴയ വീടാണ്. ആ വീടിന്റെ മുന്നിലാണ് ഞാൻ ആ പൂപ്പന്തൽ കണ്ടത്. ശരിക്കും എനിക്ക് അതിന്റെ അടുത്തെത്തുന്തോറും ഇങ്ങനെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് എത്തണം. എന്താ അറിയോ, അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഞാൻ റോഡിൽ നിന്നത് കാണുമ്പോൾ. കണ്ടോ, ഒരു കാർ പോർച്ചാണ്. കാർ പോർച്ചിന് മുകളിലായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവമേ, ഇതാണ് കണ്ടോ തമ്പജ്യ മൈസൂറൻസ പൂത്തുലഞ്ഞു കിടക്കുന്ന ആ
അത്യപൂർവമായ എന്താ പറയുന്നത്, എത്ര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ, എന്ത് രസമാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്കിത് മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. എൻ്റെ ലൈഫിൽ എനിക്കിത് മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പന്തലിട്ട് പൂത്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഇതൊരു പൂപ്പന്തലാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു പുതിയ ക്യാമറയാണ്. എനിക്കിപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പോലും കറക്റ്റ് അറിയില്ല. എന്നിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കാണിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര ഭംഗിയാണ് എൻ്റെ പൊന്നി. ഞാൻ ഇന്ന് ഇവിടെ കിടന്നൊരു പൊളിക്കും. അയ്യോ, ഇന്ന് കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി, എന്ത് സന്തോഷമാണെന്ന് അറിയോ ഇതിനുള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. അയ്യോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ എല്ലാവരും ഇത് വന്ന് കാണണം കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി, നിങ്ങൾ തന്നെ നോക്കൂ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഇതിന്റെ താഴെ നിൽക്കുമ്പോഴുണ്ടല്ലോ, മൈൻഡൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നും. അത്രയ്ക്ക് രസമാണ്, അത്രയ്ക്ക് ഭംഗിയാണ്. നിറച്ച് പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ വരുന്ന ഒരു പൂവാണിത്. കണ്ടോ, പൂക്കൾക്ക് നമുക്കിങ്ങനെ തൊട്ട് നോക്കാം. എൻ്റെ തലയ്ക്ക് മുകളിലായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ പൂക്കൾ തൊടാം നമുക്ക്. നല്ല രസമായിട്ടുള്ള പൂക്കളാണ്. ഇത് കണ്ടോ, റോഡാണ് കേട്ടോ. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ പൂക്കളെ ഇങ്ങനെ കാണുന്നത്. കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോഴാ ഇതൊരു വീടല്ല, ഇതൊരു ഓർക്കിഡേറിയത്തിന്റെ അകത്തുള്ള സംഭവമാണെന്നൊക്കെ അറിയുന്നത്. ടിക്കറ്റ് എടുക്കണം ഇതിനുള്ളിൽ കയറാനായിട്ട്. തീർച്ചയായിട്ടും ഇത് വന്നിട്ട് എന്താ പറയുന്നത്, നമ്മൾ വാഗമൺ എത്തുന്നതിന് മുന്നേ ആണിത്. വാഗമൺ കയറണ്ട, അതിന് മുന്നേ ആയിട്ടാണിത്. അപ്പോൾ ഇവിടെ വരുന്ന ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഇതിനകത്ത് കയറി കണ്ടിട്ടേ പോവാള്ളൂ. ഇവിടെ വന്ന് നിന്നൊരു ഫോട്ടോ എടുത്തിട്ടേ പോവാള്ളൂ. നല്ല രസമായിട്ടുള്ളതാണ്, നല്ല ഭംഗിയായിട്ടുള്ളതാണ്. നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും ഇവിടെ നിൽക്കുമ്പോൾ. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല കേട്ടോ. റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. പക്ഷെ നമ്മൾ പൂക്കളെ കുറിച്ച് ചിന്തിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടും. ഒരു വളവിലാണ് ഇതിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ബേക്കിലോട്ട് പോയിട്ട് വേണം ഇതിന്റെ എൻട്രൻസിലൂടെ കയറി വരാനായിട്ട്. കണ്ടോ, നല്ല മഞ്ഞ കളർ, ഒരു വല്ലാത്ത മഞ്ഞ കളർ അല്ലേ, നല്ല ഭംഗിയുള്ള മഞ്ഞ കളർ. അതിന്റെ കൂടെ മറൂൺ, ബ്രൗൺ എല്ലാം കൂടി ചേർന്നപ്പോ എന്റെ പൊന്നെ, ഒരു 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 സൗന്ദര്യ പുഷ്പം, സൗന്ദര്യധാമം, അപ്സരസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. നല്ല രസമായിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേര് തമ്പാർജിയ മൈസൂറൻസ എന്നാണ്. ഇതിനെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൈസൂർ ക്ലോക്ക് വൈൻ എന്ന പേരും ഇതിനുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ തൈകളുണ്ട് കേട്ടോ സെയിലിനായിട്ട്. ഇതിന്റെ പൂക്കളും നമുക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ നമുക്കൊരു വരിപ്പിലായിട്ട് ഇങ്ങനെ നിവർന്ന് പിടിക്കുക ചെയ്തത്. പക്ഷെ ഇതിങ്ങനെ പന്തലിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പന്തലിട്ട് ഇത്രത്തോളം പൂ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒത്തിരി പഴക്കമുള്ള ചെടിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് കാലം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രത്തോളം പൂക്കളും ഇങ്ങനെ പന്തൽ രൂപത്തിൽ. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ കാറിന് വേണ്ടിയിട്ട്, കാറിന് ഒരു കാർ ഷെഡാണ് ഇത് വെച്ച് പണിതിരിക്കുന്നത്. അപ്പോൾ ആ കാറിന്റെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാ ദിവസവും ഈ പൂക്കളെ കാണാം. എല്ലാ ദിവസവും ഈ പൂക്കളുടെ അടി കിടക്കുന്ന കാറിനോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് ഇങ്ങനെ 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 നിൽക്കണം കേട്ടോ. ഇവിടെ കിടക്കണം, ഇവിടെ കിടന്ന് ഉറങ്ങണം, അങ്ങനെ ഒരു ചിന്തയായിപ്പോയി ഇപ്പോൾ. നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ നോക്കാം എന്ത് ഭംഗിയാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി. കണ്ടോ, ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം. കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ. ഈ കാറ് ഭാഗ്യം ചെയ്തൊരു കാറാണ്, പറയാതെ വയ്യ. അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലത്ത് എന്തായാലും ഇതിങ്ങനെ സെറ്റ് ചെയ്ത ആളെ നമുക്ക് എന്താ പറയണേ, കാണാൻ പറ്റിയിരുന്നെങ്കിൽ ശരിക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയി. ഗിഫ്റ്റ് കൊടുക്കാമായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഇനി ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം, വാഗമൺ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരണം.
ഇനിയിപ്പോൾ വാഗമൺ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്ഥലം കാണാതെ പോകരുത്, ഈ പൂക്കളെ കാണാതെ പോകരുത്. അത്ര ഭംഗിയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ പുഷ്പസ്നേഹികളും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്, വന്ന് കണ്ടിരിക്കേണ്ട ഒരു പുഷ്പങ്ങളാണിത്. അത്രയ്ക്കും മനസ്സിന് ഫീല് നൽകുന്ന ഒരു കാഴ്ചയാണിത്. എന്തായാലും എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പെർമിഷൻ ഇല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ്. എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ടാറ്റാ, ഞാൻ പോവാണേ. ഇനിയിപ്പോൾ ഈ പൂക്കൾ കണ്ടിട്ട് ഈ ചെടി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടുമുറ്റത്തും വളർത്തണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ചെടി കിട്ടുന്നതിനുള്ള ആമസോൺ ലിങ്കും മറ്റ് ലിങ്കുകളും ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ ചെടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.